അന്തംകമ്മികളും കമ്മി ബഡ്ജറ്റും ഉദാരമായി സംഭാവനയാണ് സർ. ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആയ കാലത്ത് ഒരു കരയോഗത്തിന്റെ വാർഷിക വരവ് ചെലവ് കണക്ക് പോലും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഗോപാലൻ ചേട്ടൻ ഒരു സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റെല്ലാം ഒരു തുകൽ സഞ്ചിയിൽ കുത്തി നിറച്ച് വൈക്ലഭ്യത്തോടെ വരുന്നത് കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലായി. 4 പ്രാവശ്യമായി അണ്ണൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. ഇതെന്നാ പുട്ടാണെന്ന് ദൈവത്തിനാണ് ഇതുവരെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഓർത്ത് നോക്കി, പഠിക്കുന്ന കാലത്ത് കണക്കിന് 10 മാർക്ക് മിനിമം മേടിച്ച് കൈകാലിട്ടടിച്ച ഒരു അണ്ണനെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ചിട്ട് ബാല ഇനി വന്നേ ഇന്നാ പിടിച്ച ഒരു ധനകാര്യ വകുപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏർപ്പാട് ജനാധിപത്യത്തിലല്ലാതെ മറ്റെവിടെങ്കിലും ഉണ്ടോ? ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പേറ്റുനോവ് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് നമ്മളുടെ KM മാണിയായിരുന്നു. ബഡ്ജറ്റിന് ഒരു 2-3 ദിവസം മുമ്പേ ബിൽഡപ്പ് തുടങ്ങും മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസവവേദന തത്സമയം പകർത്തുവാൻ കോവളത്ത് അദ്ദേഹം തങ്ങുന്ന ഗസ്റ്റ് ഹൗസിന് താഴെ പോയി നിൽക്കും. എന്നിട്ട് രാവിലെയാകുമ്പോൾ മണി സാർ വിളിക്കും. മണി സാർ ഉദയസീരനെ നോക്കി ബഡ്ജറ്റ് മുക്കി ഇറക്കുന്ന വിഷലുകൾ ആവോളം അവർ എടുക്കും. എന്നിട്ട് പത്രത്തിൻ്റെ 1-ാം പേജിൽ അങ്ങ് ആറാടും. എന്നാ പറഞ്ഞാലും ആ ഗുമ്മൊന്നും അന്തം ഗോപാലൻ ചേട്ടൻ്റെ തോൾസഞ്ചിയും നെഞ്ചോട് പിടിച്ചുള്ള ആ വരവിനില്ല. ഇതിനെയൊന്നും ബഡ്ജറ്റ് എന്ന് പറയരുത്, പൊട്ടത്താപ്പ് കണക്ക് അത് മതി. ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ 7 അയൽവക്കത്ത് വരുമോ? കമ്മി കൂടി കോടികൾ കടമെടുത്ത് അത് കുമിഞ്ഞുകൂടി വീണ്ടും അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു പോകുന്നു. ഇനി ഇതിന്മേലുള്ള ചർച്ചകളാണ് പെറ്റ തള്ള പോലും സഹിക്കാത്തത്. ഇതൊക്കെ കണ്ട് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഡയമെൻഷൻ അന്തിച്ചർച്ചക്കാർ കൊടുക്കുന്നത് കണ്ട് ബാലഗോപാലിന്റെ മുഖഭാവം ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അങ്ങനെ സാമ്പത്തിക കമ്മി ശാസ്ത്രജ്ഞൻ ബാലഗോപാലൻ സഖാവിന്റെ സംസ്ഥാന ബഡ്ജറ്റ് ഒടുവിൽ നീലാകാശത്ത് പൊട്ടിവിരിഞ്ഞപ്പോൾ ചിരിച്ചുപോയത് പ്രതിപക്ഷ നേതാവല്ല, സാക്ഷാൽ പൊതുജനമാണ്. ഇതിനായിരുന്നു സഖാവെ ഇത്രയൊക്കെ ബിൽഡപ്പ് കൊടുത്തത് എന്നോർത്ത്. ഇടിപ്പടത്തിൽ നായകനെ അവതരിപ്പിക്കുന്നത് പോലെ ആദ്യം ഷൂസ്, പിന്നെ കാലിലൂടെ മേളിലോട്ട്, പിന്നെ കൂളിംഗ് ഗ്ലാസ്, നെഞ്ചോട് ചേർത്ത് പിടിച്ച തുകൽ സഞ്ചി. ഹോ, എന്തൊക്കെയായിരുന്നു! കേന്ദ്രം കൊങ്ങയ്ക്ക് പിടിച്ച് കേരളത്തെ ഞെക്കുന്നതിന് ബദൽ മാർഗങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഖാവിൻ്റെ ഗീർവാണം. ആവക പടക്കങ്ങളൊന്നും മഷിയിട്ട് നോക്കിയിട്ടും കാണാതിരുന്നപ്പോഴാണ് ധനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ വരികൾക്കിടയിൽ ഒരു മുഴുത്ത കഷ്ണം അങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. കേന്ദ്രം തരാനുള്ളത് തന്നില്ലെങ്കിൽ ഒരു പ്ലാൻ ബി നടപ്പാക്കും എന്ന്. അതെന്താ അപ്പനെ എന്ന് ബഡ്ജറ്റ് കഴിഞ്ഞ ഉടൻ ചെന്ന് തിരക്കിയപ്പോഴല്ലേ പൂച്ചപ്പുറത്ത് ചാടിയത്. കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ളത് തന്നില്ലെങ്കിൽ പിന്നെ മുട്ടനൊരു ചിരട്ടയെടുത്ത് ഞങ്ങൾ തെണ്ടുമെന്ന്. അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഏത് ശപ്പൻ വന്നാലും നമ്മുടെ വെള്ളം കുടിയാണ് മുട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത്തവണയും തെറ്റിയില്ല. മദ്യമുണ്ടാക്കുന്ന അണ്ണന്മാർ അവിടെ ലാഭത്തിൽ ഒരു വിഹിതം സർക്കാരിന് കൊടുക്കണമെന്നുണ്ട്. അത് ലിറ്ററിന് 10 രൂപ വെച്ചങ്ങ് കൂട്ടി ലാഭത്തിൽ കൈയിട്ട് വരുവാൻ നോക്കിയാൽ മുതലാളിമാർ വെറുതെ ഇരിക്കുമോ? അപ്പോൾ അവർ മദ്യത്തിൻ്റെ വില ഉയർത്തും. ഇപ്പോൾ തന്നെ യഥാർത്ഥ വിലയുടെ 2.5 ഇരട്ടിയോളമാണ് മദ്യത്തിൻ്റെ വില. അതിന് പുറത്താണ് വേറെ പല വക സെസ്സുകളും കുന്ത്രാണ്ടങ്ങളും. ഇതിനും പുറത്താണ് ഇനി മദ്യ മുതലാളിമാരുടെ നെഞ്ചത്തോട്ട് കയറുന്നത്. പിന്നെ ഒന്നുണ്ട്, എത്ര വില കൂട്ടിയാലും ഞങ്ങൾ മത്സരിച്ച് കുടിച്ചു തീർക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന കുടിയന്മാരുടെ അസംഘടിത സംഘം ഇവിടെ ഉള്ളതുകൊണ്ട് നാളെ മുതൽ ഞങ്ങൾ കുടിയില്ല എന്നൊരു സമരപ്രഖ്യാപനം ഉണ്ടാകില്ല. അതാണ് ഇവറ്റകളുടെ ഏക പ്രതീക്ഷയും. അത് കുടിയന്മാരുടെ കാര്യം. അല്ലെങ്കിൽ തന്നെ കറണ്ട് ബില്ലടച്ച് ഷോക്കടിച്ച് പണ്ടാറമടങ്ങിയിരിക്കുന്ന പാവം ജനങ്ങളുടെ വെളിച്ചം കെടുത്തുന്ന വേറൊരു പരിപാടിയും അന്തം ഗോപാലൻ കമ്മി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉൽപ്പാദകരുടെ തീരുവ കൂട്ടി. KSEB ആണല്ലോ നമ്മുടെ മെയിൻ ഉൽപ്പാദകൻ. പുള്ളിക്കാരൻ വെറുതെ ഇരിക്കുമ്പോൾ ഫലത്തിൽ വൈദ്യുതി ചാർജ് കൂടും. ആ വർധനവ് ഡയറക്റ്റായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രം. അതാണ് കമ്മി തിയറി, അന്തം കമ്മി തിയറി. ജനത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് നാട് നന്നാക്കാനുള്ള വേറെ ചില കലാപരിപാടികളുടെ കരടുമുണ്ട് പട്ടികയിൽ. അതായത് സർക്കാർ ആശുപത്രികളുടെ വികസനത്തിനുള്ള കാശ് നാട്ടുകാർക്ക് സംഭാവന ചെയ്യാം. ഉദാഹരണത്തിന് ഉദാരശീലന്മാരായ നമുക്ക് വേണമെങ്കിൽ ഒരു വാർഡ് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം. മരിച്ചുപോയ അപ്പനപ്പന്മാരുടെ പേരിലൊക്കെ ഇതാവാം. അവിടെ മുട്ടൻ ഛായാചിത്രം വാർഡിൻ്റെ ചുമരുകളിൽ പിടിപ്പിക്കാം. അല്ലെങ്കിൽ പൈസ മുടക്കുന്നവൻ്റെ കുടുംബചരിത്രം വിസ്തരിക്കുന്ന വീഡിയോകൾ വാർഡിലെ ടിവികളിൽ തുടർച്ചയായി കാണിക്കാം. ഇങ്ങനെയൊക്കെയല്ലേ നാട്ടുകാരെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ പറ്റുന്നത്. ഇത് ഞങ്ങളുടെ പള്ളിത്തന്തമാർ മിഷൻ ആശുപത്രികളിൽ പണ്ട് പയറ്റിത്തെളിഞ്ഞ്
ഔട്ട്ഡേറ്റഡ് ആയി എന്ന് തിരിച്ചറിഞ്ഞ് അയ്യത്ത് വലിച്ചെറിഞ്ഞത് അന്തംകമ്പികൾ പൊടിതട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇനി സ്കൂളുകളുടെ വികസനത്തിനുള്ള ഫണ്ട് അവിടെ പഠിച്ചിട്ട് സലാം പറഞ്ഞു പോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തുന്നതാണ് മറ്റൊരു വിഭവ സമാഹരണ പരിപാടി. വെറുതെ വേണ്ട. ഒരു ക്ലാസ് മുറി സ്വന്തം പേരിലാക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇത്താപ്പിരി വക 10ാം ക്ലാസ് ബി, പുഷ്പലാക്ഷൻ വക 8ാം ക്ലാസ് എ എന്നൊക്കെ ക്ലാസ്സുകളെ പുനർനാമകരണം ചെയ്യാം. ദൈവമേ, ഈ സ്പോൺസേഡ് പരിപാടി കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അത് വേണ്ട. പണ്ടൊരു പിച്ചക്കാരൻ പറഞ്ഞതുപോലെ ഈ പിച്ചച്ചട്ടി ഇല്ലായിരുന്നുവെങ്കിൽ തെണ്ടിപ്പോയേനെന്ന്. താമസം ഫ്ളാറ്റിലായതുകൊണ്ട് ഭൂനികുതി അടയ്ക്കേണ്ടെന്ന് ആശ്വസിച്ചിരിക്കുന്നവരുടെ മണ്ടക്കിട്ടാണ് കമ്മി ബഡ്ജറ്റിൽ വേറൊരു താങ്ങ്. അതിനും നിയമം വരുന്നുണ്ട്. എന്നാ പിന്നെ കൊണ്ട് കേസ് കൊടുക്കാമെന്ന് വെച്ചാൽ കോടതി ഫീസും കൂട്ടി. 50 കോടിയാണത്ര ഇതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സ്വകാര്യ സ്വത്തെന്നോ സ്വകാര്യ വ്യവസായമെന്നോ പണ്ട് കേട്ടാൽ ചെങ്കൊടിയെടുത്ത് നെഞ്ചത്ത് കുത്തുന്ന സഹാക്കന്മാരുടെ മൂത്ത സഖാവാണിപ്പോൾ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുവാൻ പോകുന്നത്. ഓർക്കുന്നുണ്ടോ? മകൾക്ക് അമൃത യൂണിവേഴ്സിറ്റിയിൽ റെക്കമെൻഡേഷനിലൂടെ അഡ്മിഷൻ മേടിച്ചു കൊടുത്തിട്ട് സ്വകാര്യ സർവകലാശാലകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ സമരം നടത്തിച്ച ഒരു നാറി വിജയന് ഇപ്പോൾ കേട്ടു, വിദേശ സർവകലാശാലകൾക്ക് ഇനി കേരളത്തിൽ അവിടെ ക്യാമ്പസ് തുടങ്ങാൻ പോലും. വേറൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ, പാവം പിള്ളേർ ബുദ്ധിമുട്ടി ഇനി പുറത്തെങ്ങും പോയി പഠിക്കേണ്ടതില്ലല്ലോ എന്നോർത്താണ്. ഇനി ഏതവനെങ്കിലും ഒന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ഒന്ന് നന്നാകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഈ ഐഡിയാസൊക്കെ അന്തംഗോപാൽ എവിടെ ചെന്നിരുന്ന് കണ്ടുപിടിച്ചെന്ന് അമ്പരക്കുകയൊന്നും വേണ്ട. ബഡ്ജറ്റ് അവതരിപ്പിച്ചും ഒടുവിൽ അവതരിപ്പിക്കാതെയും ചരിത്രം സൃഷ്ടിച്ച മാണി സാറിനെ പോലെ കോവളം ഗസ്റ്റ് ഹൗസിൽ ചെന്നിരുന്ന് പുലർക്കാലെ അരുണ ഭഗവാനെ വണങ്ങിക്കൊണ്ടൊന്നുമല്ല, സിറ്റിയിലെ തന്നെ സാധാ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നാണ് ബാലഗോപാൽ സഖാവ് ഇതൊക്കെ എഴുതിപ്പിടിപ്പിച്ചത്. പിന്നെ ഒന്നുണ്ട് പറയുന്നത്, ഒരിക്കലും നടക്കാത്ത കോടികളുടെ മനോഹര പദ്ധതികളെക്കുറിച്ചായാലും അതിന് ലേശം സാഹിത്യത്തിൻ്റെ മേമ്പടിയൊക്കെ തൂവി ഗാർണിഷ് ചെയ്യുന്ന ഒരു പരിപാടി പണ്ട് മുതലേ ഉണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാഹിത്യവും കവിതയും ഒന്നും ഇല്ല എന്ന് ഏത് അക്ഷരവിരോധിയാണ് പറഞ്ഞത്? അക്കാര്യത്തിൽ മാണി സാറും മോശമായിരുന്നില്ല, ഐസക് സാറും മോശമായിരുന്നില്ല. ആ പാരമ്പര്യം കളയാതെ ബാലഗോപാൽ സഖാവ് ഈ ബഡ്ജറ്റിലും പിടിച്ചത് പാവം വള്ളത്തോളിനെയാണ്. കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന വരികൾ എഴുതുമ്പോൾ മഹാകവി സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചു കാണില്ല ഇതിന് ഇങ്ങനെയൊരു ദുർഗതി വരുമെന്ന്. കടവും കുടിശ്ശികയുമായി കിടക്കുന്ന കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കലികൊണ്ട് ജനങ്ങളുടെ ചോര തിളയ്ക്കുമെന്ന് യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.